അപ്പോൾ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് പ്ലീസ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ പഴയ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഒരു ഹോം ടൂർ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതെൻ്റെ വീടല്ല, അതിൻ്റെ മൂത്തപ്പാൻ്റെ മോൻ്റെ വീടട്ടാ. അപ്പോൾ അതിൻ്റെ ഹൗസ് ഫാമിംഗ് ആണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഹോം ടൂർ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഞായറാഴ്ചയും കൂടെയാണ്, അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വിശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു വ്ളോഗ് ആക്കാം. അപ്പോൾ നമുക്ക് ഹൗസ് ഫാമിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ട. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊന്ന് പോയേക്കണ്ടേ? നാട്ടുകാരനല്ലേ, വീട്ടിൽ അയൽവാസി കൂടെ അല്ലേ, പോയേക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി പോയിട്ട് ഞാനിതിൻ്റെ ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ എമ്പായക്കാണ്ട് ഇറങ്ങി പോണേ. എമ്പായക്കാൻ്റെ വീടല്ലേ, പിന്നെ എങ്ങനെ എമ്പായക്ക് ഇറങ്ങി പോവാ? കണ്ട ഇബ്രാഹിം ഹൗസ്. അപ്പം നമുക്ക് വീഡിയോ കാണട്ടെ. ആദ്യം നമുക്ക് ഇബ്രാഹിമിനെ വെൽക്കം ചെയ്യാം. ഇതാണ് മിസ്റ്റർ ഇബ്രാഹിം. കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വീടാണ്, എൻ്റെ വീടാണ്. പക്ഷെ വീടിൻ്റെ ഓണർ എത്തിയിരിക്കുന്നു അല്ലേ? നിൽക്കവിടെ കുടുങ്ങി ഉമ്മയൊക്കെ കുടുങ്ങി. എന്താ പാട്, സുഖല്ലേ? മാഷാ നമുക്ക് മെല്ലെ മെല്ലെ വീട് കാണണ്ടേ? സ്വപ്നങ്ങളെല്ലാം മാഷാ അണിഞ്ഞു നമുക്ക് മെല്ലെ വീട്ടിൽ കയറണ്ടേ? ഇൻഷാ അല്ലാ. ഇതാണ് നമ്മളെ വീടിന്റെ പുറം ഭാഗം. നമുക്ക് മെല്ലെ വീട്ടിനുള്ളിൽ കിടക്കാം. നാദം കാണിച്ചു തരുന്നത് ഞാൻ തന്നെ കയറി പെണ്ണ. വെൽക്കം. അല്ലേ ഷമീൻ, ക്യാ ബോൾ റഹീ ഭയ്യാ? എന്താണ് നിൽക്കണത്? നമ്മളിപ്പോൾ എന്താണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണത്? കുടിരിക്കലല്ല, നമ്മളിപ്പോൾ എന്താ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണത്? നമ്മൾ സോഫ വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടാ. ഈ ഭാഗം അവിടെ നിന്നിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കണം. അപ്പം നമ്മളെ ഗൃഹനാഥൻ അവിടെ പോയിക്കണം, പുറത്ത് പോയിക്കണം. ഇത് സത്യം പറയല്ലോ, ഇത് ഷമീമിൻ്റെ വർക്കാട്ടാ. നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് പറയണം. കാരണം ഷമീം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതുണ്ട്. ഇതിന് ടൈൽസിൻ്റെ വർക്കെല്ലാം എടുത്ത് വയ്ക്കണ ഷമീമാണ് അല്ലേ? അതെ, ഷമീം എടുത്ത്. ഷമീമ ക്യാമറ ഉണ്ട് അപ്പം പോയി. എന്താ ചെയ്യുക ഞങ്ങളാട്ടേർ. അപ്പോൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ട അതിസുന്ദരമായ വാതിലുകൾ ഇടില്ലേ. ഇവിടെ ഒരു ഫാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എന്താ ആരോ ഗിഫ്റ്റ് ചെയ്തതാണ് അഭിയാത്ത് പറഞ്ഞത്. കയറി ചെല്ലുമ്പോൾ നല്ല വാതിലൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ 2 ചെയർ ഇട്ടിട്ടുണ്ട്. എല്ലാം ഇവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ പിന്നെ നല്ലൊരു വീഡിയോ എടുക്കുന്നതായിരിക്കട്ടെ. അപ്പോൾ തൽക്കാലം ഞാൻ കാണിച്ചു തരാം. റൂമിൻ്റെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഇത് അരിച്ചാക്ക്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ചവിട്ടിട്ടുണ്ട് ഇവിടെ. ഒരു ചവിട്ടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്, ഒന്ന് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നേരെ കയറി ചെന്നാൽ നല്ല വാതിൽ അല്ലേ. ഇതിനെ പറ്റിയിട്ടൊന്നൊക്കെ പറയാനറിയില്ല, ഏത് മരം എന്നൊക്കെ പറയാനറിയില്ല. സോ ഭയങ്കര സ്പേസസ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ അല്ലേ. ഇവിടെ സോഫ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഫ വളാഞ്ചേരിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. നല്ല ടേബിൾ നല്ല കസേര കേട്ടോ. ഞാനിത് കാണാത്ത ടൈപ്പ് സാധനം. മിറർ സത്യം പറയല്ലോ ഇത് ആഷിറിൻ്റെ വർക്ക് കേട്ടോ. ആഷിർ ഞാൻ മിന്നാന്ന് വന്ന സമയത്ത് ഇതിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആഷിർ ഇന്നലെ കൊണ്ട് സെറ്റാക്കിയത് കാണാൻ കൊള്ളാം അടില്ലേ. ആഷിറിൻ്റെ വീട്ടിലുള്ള സെയിം സാധനം തന്നെ തോന്നുന്നു വെച്ചിട്ടുള്ളത്. മാറ്റങ്ങൾ യാസ്, സുന്ദരം, ഭയാനകം. ഇതാണ് വൈസൻ. ഇവിടെ ഹാൻഡ് വാഷൊക്കെ വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സ്റ്റോറേജ് അങ്ങ് ഫുള്ളായി. അതുകൊണ്ട് വീഡിയോ എടുക്കൽ മൊത്തമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊരു ഓപ്പൺ കിച്ചണാണ് കണ്ടില്ലേ. ഇവിടെ ഫുഡൊക്കെ ഇവിടെ നിർത്തിറക്കുക, എല്ലാം കൊണ്ട് എളുപ്പമായിട്ടാണ്. ഇനി ഞാൻ ബാക്കി ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇതാണ് കിച്ചൺ. ഒരു എക്സ്ട്രാ ഒരു കിച്ചൺ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട. അതും കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല വ്യൂ ആണ്. രാവിലെ നല്ല രസമാണ് കാണാൻ. നമ്മുടെ നാളേക്കുള്ള ഉള്ളി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. തക്കാളി തരിക്കുന്നു, പച്ചമുളക് തരിക്കുന്നു. ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഫുള്ള് സാധനം കേട്ടോ. ഫ്രിഡ്ജ് സത്യം പറഞ്ഞാൽ പുതിയതല്ല, അത് പഴയ തന്നെയാണ്. ഇത് അവിടുത്തെ ഫ്രിഡ്ജാണ്. ഇങ്ങനെ തുറന്നാൽ നല്ല വ്യൂ ആണ്. ഇതവിടെ യെസ്. രാവിലെ ഞാൻ അതൊക്കെ കാണിച്ചു തരണ്ട കേട്ടോ. പടക്കട്ടെ. അടുക്കളയിൽ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. കണ്ടേ, എല്ലാം സെറ്റാക്കിയിരിക്കണം. ചെറിയൊരു വീടാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. എല്ലാം സെറ്റാക്കിയിരിക്കുന്നു. കോണിൻ്റെ അവിടെ നല്ല എക്സ്ട്രാ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂമിൽ 2 പേര് കിടന്നുറങ്ങുന്നുണ്ട്.
ഇൻഷാ അല്ലാ നാളെ ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. ബാത്റൂം ഇത് അവിടെ ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിൽ ആരില്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർക്കാം. ഹലോ, ആരുമില്ലല്ലോ? ഇല്ല, ആരുമില്ല. ഇതാണ് ബാത്റൂം. ഔട്ടർ ഫാനൊക്കെ ഉണ്ട്. ഫുൾ സീൻ ബാത്റൂം. സോഫ സെറ്റുമായിട്ട് പോണ ഷമീമാട്ടത്. അതാ പോണ് ഷമീമിൻ്റെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഭയങ്കര കേട്ടാ. ഇവിടുന്ന് കാണുമ്പോഴാണ് വീട് ഒന്നും കൂടെ സുന്ദരം. ഉണ്ടല്ലേ, എല്ലാ ലൈറ്റും ഇട്ട് വെച്ചിട്ടുണ്ട്. നാളെ സത്യം പറഞ്ഞാൽ രാവിലെ ഇതൊന്നും കിട്ടില്ല, കാരണം ലൈറ്റൊക്കെ ഓഫാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ വീടൊക്കെ ഉണ്ടാ. ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ നമ്മൾ നാളെ എടുക്കുന്നതായിരിക്കും. ഇപ്പം അതായിരിക്കണം അവിടെ. അപ്പോൾ മാഷാ അല്ലാ നമ്മളിവിടെ ഒരു വീടും കൂടെ, പുതിയൊരു വീടും കൂടെ വന്നിരിക്കുന്നത് ഇംബായിക്ക ഭവൻ. എങ്ങനെ പറയണ്ടി? ഇംബായിക്ക ഭവൻ. എവിടെ നമ്മളെ ഓണർ? എവിടെ നമ്മളെ വീടിന് ഓണറെ കാണാനില്ല. നമ്മളെ തരമ്മൽ ബോയ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അങ്ങനെ പറയരുത്. നമ്മള് പിന്നെ ഇതൊക്കെ ഈ മൊമെന്റ് അല്ല ശിബിയ, ഈ മൊമെന്റ്സ് ഒക്കെ കിട്ടാൻ നമ്മള് ബുദ്ധിമുട്ടേണ്ടി വരും അല്ലേ? അതെ. ഓക്കെ, ഇനി എത്ര ഞാൻ ആവശ്യമില്ലല്ലോ. ഈ എന്തല്ലേ നമ്മള് പിന്നെ ലൈറ്റൊക്കെ ഫോളോ ചെയ്തിട്ടിരിക്കണേ. നമുക്ക് എന്ത് ഇപ്പം ഇരിക്കണം കേട്ടോ, മുന്നേറെ തന്നെ ഇരിക്കണ്ട്. ഹലോ, ഹായ്. എടുത്തോട് ഇപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത്? പുതിയ വീട്ടിലേക്ക് വരാകുമ്പോ നല്ലൊരു ഫീലിംഗ് കൊണ്ട് എന്തെങ്കിലും ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ഈ കൊണ്ടുവരുന്നത് കേട്ടാ. നാദനത വരുന്നത്. നാദന ഇടയിൽ കൂടെ മുങ്ങട്ടാ. നാളെ വരിക പോരെ? അത് എന്നെ വരുന്നില്ലേ? നാളെ ആൾക്കാർ അതെ, നാളേക്ക് നമ്മൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ ഇന്ന് തന്നെ വരണം. നമ്മളെ പുതിയ സബ്സ്ക്രൈബർ ഫാമിലി അംഗമാളാട്ടാ. ഏതൊക്കെ സൈഡാണ് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഒന്നും മനസ്സിലായില്ല. ഇത് ഈ സൈഡിൽ വരും. ഓക്കെ. അപ്പൊ ആ സൈഡിൽ ഇടല്ലേ, ഈ സൈഡിൽ ഇടുക ചെയ്യുന്നത്. കണ്ടന്റ് ഇടുന്നല്ലോ, ഉണ്ടാക്കുന്നല്ലോ നമ്മള്. ഇതിങ്ങനല്ല ഇടുന്നത്, ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ. ഓക്കെയാണ്. ഓക്കെ. മോനെ ആങ്ങളാരെ എങ്ങനെ ആവണോ? ഫുള്ള് സഹകരണം ഇവിടെ തന്നെയാണ് ഫുൾ ടൈം. പിന്നല്ല ഇനി പറയരുത് ആങ്ങളൊരു സ്നേഹമില്ലാന്ന് പറയാൻ പാടില്ല. ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാണ് നമ്മളെ വീടിട്ട. ഇതിൻ്റെ ഹോം ടൂർ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം. കുറച്ച് ആൾക്കാരെ കാണുള്ളൂ, എന്നാൽ അവർക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ കാണിക്കാറുള്ള നമ്മളെ മൂത്താപ്പാൻ്റെ വീട്, മൂത്താപ്പാൻ്റെ മോൻ്റെ വീട്. കണ്ട സുന്ദര ഭവനം. ഇതിന് പല രൂപത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. തേപ്പ് തൊട്ട് എല്ലാം ഇതിൻ്റെ A to Z വ്ളോഗിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്നാണ് ഇതിൻ്റെ ഹൗസ് വാമിങ് വ്യാഴാഴ്ച കഴിഞ്ഞിരിക്കണ്. ഇന്നാണ് ഇവരെ പരിപാടി. അപ്പോൾ നമ്മളെ പാടത്താണ് പന്തലിട്ടിട്ടുള്ളത്. പഴയൊരു കല്യാണ ഓർമ്മ കിട്ടുന്നുണ്ട് കേട്ടോ ഈ പന്തൽ കാണുമ്പോൾ. 4 ആൾക്കാർ കാണട്ടെ, മുമ്പാക്കൻ്റെ വീട് കാണട്ടെ. എന്ത് കുറവറിയോ? എന്തിത്ര കുറവ് മുമ്പാക്ക? നിങ്ങളിഞ്ഞി വെട്ട്. നാളെ തന്നെ ചിലപ്പോ UAE പോകും. ഫുഡ് എടുത്തിട്ടില്ല. എന്താണ് അനുസരിക്കണേ? നമ്മളെ ഖത്തറിന്റെ മണിമുത്താണ് ഇരിക്കണത്, സാക്കിറാക്ക ഇരിക്കണത്. അതെ, നമ്മൾ ഫുഡ് പൊട്ടിക്കണം, നമ്മൾ റെഡിയാക്കണം. ആളൊട്ടെ ബാക്ക എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? UAE തിരിച്ചു പോകുന്ന ഞങ്ങള് പറഞ്ഞേക്കണ്. ഒരിക്കലില്ല. ഒരു പഴയ കല്യാണ വൈബ് കിട്ടുന്നുട്ടാ അല്ലേ? അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ ഫുഡ് പ്രിപ്പയറിങ്. ഇതാണ് നമ്മുടെ ഷെഫ് അഞ്ജലിജി. മട്ടൻ ബിരിയാണി, പിന്നെ വേറെ പായസം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യത്തെ ഗ്രൗണ്ട്. ഒരു പരിപാടിക്ക് വരുന്ന സമയം എപ്പോഴല്ലേ? കൊറേ നേരമായിട്ട് നമ്മള് ബ്ലോഗർ ഹബീബോട് ഒരു മിനിറ്റ് ചോദിക്കായിരുന്നു. കാരണം എത്ര സമയം നമ്മള് വരുന്നതിന് മുമ്പ് വിശ്വാസം ഒക്കെ എടുക്കുന്ന അതൊക്കെ എടുക്കലൊക്കെ നമ്മള് ലേറ്റ് ആയി പോയതല്ലേ? അതെ, നിങ്ങൾ ലേറ്റ് ആയി പോയത്. സാധിക്ക കറക്റ്റ് കിട്ടും ചെയ്ത എന്തോ എടുത്തുന്ന കേട്ടാ. ഒനീൽ അല്ല, സോറി, ഒനീൽ ബിഗ് ബോസ് താരാണല്ലോ. ഓസിൽ ഹായ്, സുഖല്ലേ?
സിനിക്കാക്കോണ്ട് ഹായ് പറയും കൂടെ പറയടാ. നമ്മളെ ഇമ്പായൊക്കെ ബ്ലാക്കിൽ സുന്ദരനായി വന്നിരിക്കുന്നു. എന്തോ കാര്യമായിട്ട് പണിയില്ലാട്ടോ. സൈക്കൊക്കെ എന്താണ് പറയാനുള്ളത്? വീട് പുതിയ വീട് ഇതേപോലത്തെ ഒരു വീട് നമുക്ക് ഉണ്ടാക്കണ്ടേ? എന്തൊക്കെയാണ് ഫുഡ് സ്പെഷ്യൽ? എനിക്ക് ഉണ്ടാക്കണം. ആദ്യം ഒന്ന് പെണ്ണിട്ടെ, ആദ്യം ഒന്ന് പെണ്ണിട്ടെ വീടൊക്കെ വേണ്ടത്. ഒരു കുട്ടി അതിന്റെ ശേഷം നാലിട്ടേ മതി പറഞ്ഞ പോലെ. സാക്കിർ എന്നെ പ്രത്യേകം ചോദിച്ചു, എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കണേ. ഇതാ നമ്മളെ വീട്. ഇവരോടാ പറഞ്ഞത് സപ്ലൈ ചെയ്യണേന്. ഇപ്പൊ സപ്ലൈ ചെയ്തോണ്ടിരിക്കട്ടെ. അപ്പൊ എനിക്കിതൊരു രോഗമായി മാറിയിട്ടില്ലേത്. എന്താ ചെയ്യാ മോനെ, എന്താ ചെയ്യാ? ഹായ് പറയും. അതാണ് പറഞ്ഞത്, ആര് പേരല്ലേ ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ഇരിക്കണം എന്നാണ്. അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ, ഫുഡിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. രണ്ടാമത്തെ ട്രിപ്പിൽ പിന്നെ കുട്ടൻ ബിരിയാണി ആയപ്പോ ആദ്യം തന്നെ ഇരുന്ന് എന്താ വീഡിയോയിലൊക്കെ ഉൾപ്പെടണോ? 4 ആള് കണ്ടോളൂ. നല്ല മേഖല കേട്ടാ. അൻസാറാണ് പായസം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആരും വെക്കൂല. അതാണ് ഒരറിവും ചെറുതല്ലേ. പായസം ഖത്തറിന് സ്പെഷ്യൽ വീടിന്റെ ഓണർ ഉണ്ടല്ലോ, പച്ചത്തമര ബാക്കിൽ തന്നെ നിൽക്കണ്ട. വന്നിട്ട് ഫ്രണ്ടിൽ പോയിട്ട് സപ്ലൈയും കൂടെ അല്ല, ആൾക്കാരെ ഇൻവൈറ്റേഷൻ ചെയ്യണ പോലും ഇല്ല. പപ്പടം നോക്കണ സൈക്കിൾ കേട്ടോ. പപ്പടം മാത്രം സപ്ലൈ വേറെ ഒന്നും സപ്ലൈ ഇല്ല. പപ്പടം ഈ സൈഡിൽ കൊണ്ട് എല്ലാ സൈഡിലേക്കും വേണോ പപ്പടം? കാണാതെ വിശിഷ്ടാതിഥി വന്നിരിക്കുന്ന ഒരു രസം പ്രത്യേക വൈബ് കിട്ടും. ഈ ഭാഗത്ത് നോക്കുന്നുണ്ട് വ്യൂ. വന്നപാടെ ഫ്രിഡ്ജിക്കാ നോക്കണേ. രസമില്ലേ? വീടാണ് രസമില്ലേ? തകർപ്പൻ വീടുകൾ ഉണ്ടാക്കിച്ചിട്ടുള്ളത്. തകർപ്പൻ വീട്ടിൽ നിറച്ച ആളുകളാണ്. റൂമിലൊക്കെ ആളുകളുണ്ടാവും. പിന്നെ നമ്മൾ കാണിച്ചു റൂം. ഏതാ വ്യൂ ഇല്ലാണ്ട് എന്താണ് പുതിയ വീടിനെ വെച്ചിട്ട് അഭിപ്രായം എങ്ങനെയുണ്ട്? സോഫിനെ വെച്ചിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. വേറെ എന്താ ഇഷ്ടപ്പെട്ടത്? പെയിന്റ് ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി കാണിച്ചു. ഇത് ഈ സൈഡിൽ നിന്ന് കിട്ടും, ഈ സൈഡിൽ നിന്ന് കിട്ടും. കയ്യങ്ങാനുണ്ട്, സാധനങ്ങളുണ്ട്. ഇത് അതല്ല കേട്ടോ, അതിങ്ങനെ സപ്ലൈങ് ആണ് ഇവിടെ നല്ലത്. ഇവിടെ സോഫ ഉണ്ട്. കുറേ സമയമായിട്ട് ചോറിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണ്ട. ആർക്കാണോ അത്രയധികം ചോറ് കൊണ്ടുപോകുന്നത്? മോനെ ബോസ് ഇവിടെ നിർത്തുക്കുന്ന പല കോലത്തിലും പല ഭാവത്തിലും ചോറ് കൊണ്ടുണ്ടല്ലോ. നേരത്തെ പാനിട്ട ചോറ് ഉണ്ടായത്. അപ്പൊ വീണ്ടും ചോറുണ്ട്. അപ്പൊ ആൾമാറാട്ട നടത്തിക്കൊണ്ടിരിക്കണത്. പോണ് കണ്ട, അതാ പോണ്. നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടാ. നേരത്തെ പാൻറ്റൊക്കെ ഇട്ട് കണ്ടു ചോറുണ്ടായത്. ഇപ്പൊ നമ്മൾ വേറെ രൂപത്തിൽ ചോറിനാണ്. ഏതാ പോയി നമ്മക്കൊന്നും വേണ്ട ചോറ്. ആഹാ, അങ്ങനെ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു. അൻസാർ, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫുഡായിരുന്നു. കുറച്ച് നേരത്തെ ഡയലോഗ് അടിച്ചില്ല താങ്കൾ. ആ ഡയലോഗ് ഞാൻ ഇതിലിടുന്നില്ല, അതുകൊണ്ട് ഫുഡ് നല്ലെന്ന് പറഞ്ഞു. ഫുഡ് അടിപൊളി. പായസം ഒരു രക്ഷയില്ല. ഇതാ പായസം ഉണ്ടാക്കിയാളെ അല്ല, പായസം വിളമ്പിയാ നമുക്ക് ഇതാ ആ കൃത്യമായിട്ട് എല്ലാവർക്കും പായസം കൃത്യ സമയത്ത് എത്തിച്ചിരിക്കുന്നു. ഷിബിൻ ബാക്കി വെച്ചത് പപ്പടത്തിന് മൗലൂദ് ചൊല്ലിങ്ങാണ്ട് നമ്മളെ സൈക്കൊക്കെ തിന്നാണ് തിരി. അപ്പൊ ഇതാണ് നമ്മളെ ഗൃഹനാഥൻ. എന്താണ് അമ്പയൊക്കെ പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാരെല്ലാരും പറഞ്ഞ ആൾക്കാരൊക്കെ പരിപാടിക്ക് വന്ന റാഹത്തായിരുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അത്ര കിട്ടിയാൽ മതി. അപ്പൊ ഇതായിട്ട് നമ്മളെ വീട് ഇവിടെ വീണ്ടും കാണിച്ചത്. ഇതിന്റെ ഇടയിൽ മറവിൽ അതൊന്നും കാണിച്ചില്ല, പൈസ ഒന്നും കാണിച്ചില്ല. അപ്പൊ നീ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു. അപ്പൊ തൊട്ട അയൽവാസിയായിട്ട് കാലാകാലം ഞാനുണ്ടാവും കൂടെ കട്ടൊക്കെ കമ്പനിയായിട്ട്. അപ്പൊ എന്താ പറയാ, നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു
UAE ആ ഒരു ഇത് വിട്ടിട്ടില്ല കേട്ടോ എപ്പോഴും. ഒന്നും കൂടെ എല്ലാവരും ഇടയിരുന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് ഒരു മിംഗ്ലിങ് വരാണ്ട് ആ സാധനം എപ്പോഴും വന്നിട്ടില്ല. ആ ഇടയിലില്ല, ഇടയിലിരുന്നിട്ട് എല്ലാവരും ഇടയിൽ ഇരുന്നിട്ടില്ല ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം കിട്ടിയിട്ടില്ല. എന്തായാലും ബൈക്കാ ഓൾഡ് വരും വരണം, നമുക്ക് വരുത്തണം. ആ ഓട്ടോ കയറിയപ്പോ സത്യം പറഞ്ഞാൽ കിട്ടി, ആ ഡ്രൈവർക്കാക്കി കിട്ടപ്പോ ആ ഒരു പഴയ വൈബ് കിട്ടി. ഞാൻ ഇനി എല്ലാരും കൂടി ഇന്ററാക്ഷൻ അതൊന്നും കൂടെ സെറ്റാക്കി എടുക്കണം. ഓക്കെ ഷെയാൻ, ബിരിയാണി ആവാൻ കഴിച്ചാ? ബിരിയാണി കഴിച്ചാ? എന്താ പായസം കഴിച്ചാ? ചീത്ത പറഞ്ഞി പിന്നെ ചീത്ത അറിയുന്ന വണ്ടി അതുകൊണ്ടാ. അപ്പൊ ഷമീമ് വീണ്ടും പണിയെടുത്ത് സാധിച്ചുകൊണ്ടിരിക്കട്ടെ. ഷമീമിന്റെ ഒരു നിങ്ങളെ അളിയനെ പറ്റിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നന്നായിട്ടില്ലേ? നല്ലൊരു അളിയനാണ്, എല്ലാ പണി എടുക്കണ്ട്. അപ്പൊ അല്ല ഹബീബുകൾ തമ്മിൽ മാറിപ്പോയി. അപ്പൊ എല്ലാരും ഞങ്ങളെ ഹോം ടൂർ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കണ്ട എല്ലാവർക്കും പുതിയ വീട് ഉണ്ടാക്കാൻ നമ്മളും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാൾ വലിച്ചിടുന്നു. അപ്പൊ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തിയും അതുപോലെ തന്നെ ഹൗസ് വാമിങ് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഗൈസ്. ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ പറയല്ലോ.